പയറുണ്ട്, പിന്നെ അതേമാതിരി കപ്പ, പിന്നെ മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ള കാര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ബാക്കി നമ്മള് വിളവെടുത്ത് കഴിഞ്ഞതാണ്. ചീര വിളവെടുത്തു, ചെരങ്ങ വിളവെടുത്തു, ഒക്കെ വിളവെടുത്ത് കഴിഞ്ഞതാണ്. പിന്നെ നമ്മള് നെല്ലുണ്ടാക്കിയിട്ടുണ്ട്, അവിടെ നെല്ലുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വിതച്ചത് എനിക്ക് തോന്നുന്നത് ഇന്നൊക്കെ 19 ദിവസമാണ് തോന്നുന്നത്. ഇന്നൊക്കെ വിതയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. നെല്ല് വിതയ്ക്കാനൊക്കെ ആരെ പഠിപ്പിച്ചേ? ഇവിടുത്തെ നെല്ല് വിതക്കാൻ ഒരു കാക്കാൻ വിളിച്ചു, നൽബിയാക്കാരും. മൂപ്പര് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ വിതക്കേണ്ട എങ്ങനെ വെച്ചാൽ എന്റെ ഒപ്പൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഇത് പഠിച്ചത്. നമ്മൾ എന്ത് പയർ കൃഷി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചീര കൃഷി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വളം ഉപയോഗിക്കുക? മെയിനായിട്ട് വേണ്ടത് വെള്ളം, ചാണകം, പിന്നെ മൂത്രത്തിന്റെ പശുക്കളുടെ മൂത്രത്തിന് കുറച്ച് വെള്ളം, അങ്ങനെയാണ് കൊടുക്കും. വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, ജൈവമായിട്ടുള്ള. പിന്നെ ഇത് നമ്മളെ കൃഷി ഓഫീസർ നിർദ്ദേശപ്രകാരം എന്താണോ പറഞ്ഞത് അതാണ് കൊടുക്കും. ഇവിടുത്തെ കൃഷി ഓഫീസറുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടോ? പോവാറുണ്ടോ? പോവാറുണ്ട്, ഉപ്പാന്റെ കൂടെ പോവാറുണ്ട്. എന്ത് കാര്യങ്ങളിലെ ഉപദേശം അവരെന്താ പറയാറുള്ളത്? അവര് നമ്മുടെ ഈ പച്ചക്കറിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി പറയലാണ്. അപ്പൊ അതിനനുസരിച്ച് മരുന്ന് ഏതാണോ അല്ലെങ്കിൽ വളം ഏതാണോ അത് ഒരു പറഞ്ഞുതരും.